കേരള വിരുദ്ധ പ്രസ്താവനയിലൂടെ വീണ്ടും വെട്ടിലായി ബിജെപി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ബജറ്റ് പ്രതികരണമാണ് വിവാദമായത്. കേരളത്തെ അപമാനിക്കുന്ന നിലപാടാണ് ജോർജ് കുര്യന്റേതെന്ന് പറഞ്ഞ് സിപിഎം രംഗത്ത് വന്നു. പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചത് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഈ മറുപടി. കേന്ദ്ര ബജറ്റിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയ സിപിഎം ജോർജ് കുര്യന്റെ പ്രസ്താവനയ്ക്കെതിരെ വാളെടുക്കുകയാണ്. കേരളത്തോടുള്ള ബിജെപിയുടെ പൊതുസമീപനമാണ് ജോർജ് കുര്യന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതെന്നാണ് സിപിഎമ്മിന്റെ വ്യാഖ്യാനം. കേരളത്തെ ദരിദ്ര സംസ്ഥാനമായി മാറ്റുകയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. അത്തരം സമീപനം സ്വീകരിക്കുന്ന ബിജെപി അതുപോലെ തന്നെ നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വിശകലനം ചെയ്യും. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാൻ മനസ്സില്ലെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വിശാലമായ രാജ്യമെന്ന കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് സങ്കുചിതമായ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുള്ള ചില കാഴ്ചപ്പാടിലേക്ക് ബഡ്ജറ്റ് പോയിരിക്കുന്നു. ബിജെപി കേരള വിരുദ്ധ പാർട്ടിയെന്ന് ഇ.പി. ജയരാജൻ. കടുത്ത കേരള വിദ്വേഷമാണ് ബിജെപിയിലുള്ളത്. അതിന്റെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. രാഷ്ട്രീയ ആക്രമണം കടുത്തപ്പോൾ ജോർജ് കുര്യന്റെ പ്രതിരോധവുമായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തി. കേരളം നമ്പർ 1 ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല. പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. മുൻപ് കേരളത്തെ സൊമാലിയയോട് ഉപമിച്ച നരേന്ദ്രമോദിയുടെയും കേരളം സുരക്ഷിതമല്ലെന്ന അമിത്ഷായുടെയും പ്രസ്താവനകൾ വിവാദമായിരുന്നു. വീണ്ടും ബിജെപിയിലെ മറ്റൊരു നേതാവിൽ നിന്ന് കേരള വിരുദ്ധ പരാമർശം വന്നതോടെ ബജറ്റ് പ്രതിഷേധത്തിനൊപ്പം ജോർജ് കുര്യന്റെ പ്രസ്താവനയും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സിപിഎം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.